നമ്മുടെ ജീവിതത്തിൽ മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടില്ലേ? ഒരുപാട് ആൾക്കാർ ഉണ്ടായി കാണും. അപ്പോൾ എങ്ങനെ ഈ മാനസികമായി വിഷമിപ്പിക്കുന്ന ആൾക്കാരെ എങ്ങനെ നേരിടാം എന്നുള്ളതിന് ഞാൻ കുറച്ച് കാര്യങ്ങളോട് നിങ്ങളെ ഷെയർ ചെയ്യട്ടെ. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ ഇങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കാൻ നടക്കുന്നത്. അല്ലെങ്കിൽ അരുതാത്ത വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇനി പല ആൾക്കാരും നമ്മളോട് ഇതുപോലെ മോശമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ ആൾക്കാർ ഈ ഭൂമിയിൽ പോലും കാണില്ല. എന്നാൽ പോലും നമ്മളത് ഇപ്പോഴും മനസ്സിൽ ചുമന്നുകൊണ്ട് അതിനെപ്പറ്റി ഓർത്തോർത്ത് വളരെയധികം വിഷമിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പോൾ അത്തരക്കാരോട് ഒന്ന് പറയട്ടെ, അവർ പറഞ്ഞ കാര്യങ്ങൾ അവരവിടെ കളഞ്ഞു, അവർക്ക് അതിലൊരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് തന്നെ ആലോചിച്ച് വിഷമിക്കുന്നത്? അത് മനസ്സിൽ നിന്ന് കളയുക. അല്ലെങ്കിൽ ഈ ഭാരം ചുമന്നുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ അയാളോട് വളരെ സമാധാനത്തിൽ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക, അല്ലാതെ ഓവർ റിയാക്ഷന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ ഓവർ റിയാക്ഷനും നമ്മുടെ ദേഷ്യവും നമ്മൾ വായിൽ തോന്നിയ അരുതാത്തതൊക്കെ പറയുന്നത് കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ ഒരിക്കലും അതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിലൊരു പേഴ്സണൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മാനസികമായി വിഷമിപ്പിക്കുമ്പോൾ ഏത് ലിമിറ്റ് വരെ ആവാം എന്നുള്ളതിന് നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആ ബൗണ്ടറിക്ക് എപ്പുറത്തേക്ക് ആര് വന്നാലും അവരോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അനാവശ്യമായിട്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരിക്കലും മറ്റൊരാൾ വിഷമിപ്പിച്ചാൽ വിഷമിക്കേണ്ട ആളല്ല നമ്മളെന്ന് മനസ്സിൽ എപ്പോഴും ഉറപ്പിക്കുക. ഇപ്പോൾ ഞാൻ വേദനിക്കില്ല അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടല്ല എൻ്റെ ജീവിതം പോകേണ്ടത് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി ആവശ്യമില്ലാതെ നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ പുറകെ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ അതിന് റിയാക്ട് ചെയ്യാനോ നമ്മളെ ഭാഗം ന്യായീകരിക്കാനോ നിൽക്കാതിരിക്കുക. അത് നമ്മളെ കുറേ കൂടെ നെഗറ്റീവ് ആക്കേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അവരോട് ഫൊർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ, മാറിപ്പോവുക. അല്ലാതെ നമ്മൾ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പലതുണ്ടായിരിക്കും. നമ്മൾ ആ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.